ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ 4 മണി പലഹാരത്തിൻ്റെ സ്നാക്സായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് റവയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതും ഒരു അരക്കപ്പ് റവ, 2 ചെറിയ പഴം, ഒരു 3 ശർക്കര ഉണ്ട, അച്ചുള്ളൻ ഉണ്ട മെൽറ്റ് ചെയ്തെടുത്താണ്. അതിനകത്തേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് 3 കൂടി ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ. രണ്ട് ചെറിയ പഴവും 3 ഉണ്ട ശർക്കരയും കുറച്ച് കപ്പ് റവയും കൂടി മിക്സിയിലടിച്ച് എടുത്തേണതാണ്. അതിനകത്തേക്ക് ഞാൻ ഇത്രയും മൈദ ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് ഇല്ല, 1/2 ഗ്ലാസ്, കുറച്ചുണ്ടാക്കണുള്ളൂ. അത്രയും തന്നെ അരിപ്പൊടി, മിക്സ് ചെയ്യാണ്. നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂണോ, ഇത്രയും ഏലക്കപ്പൊടി, ഞാനിരുന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ പ്രാക്ടീസ്. ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട്. ഞാൻ ശർക്കര ഉരുക്കിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ. ആവശ്യത്തിന് നോക്കി ഒഴിച്ചാൽ മതി. എല്ലാവരും ഉണ്ടാക്കുന്ന പലഹാരമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അത് കാണിക്കണം. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല പലഹാരമാണ്. എളുപ്പമാണ്. കുറച്ച് നേരം ഇങ്ങനെ കലക്കി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ, കുഴച്ചിട്ട്. മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിലാണ് വറുത്തേക്കണേ. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിൽ വറുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റായിരിക്കും. നെയ്യിൽ വറുക്കണതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുത്തത്. അതൊന്ന് മിക്സ് ചെയ്യുക. ഒന്നും കൂടി ലൂസ് ആക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നോക്കുമ്പോൾ മിക്സ് ചെയ്യാം. ഞാനിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒന്നും ഇങ്ങോട്ട് ഇതാവണം, പൊങ്ങണം.
പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേഗം ചുടണമെങ്കിൽ ഒരു പൊട്ട് ബേക്കിംഗ് സോഡ ഇടാം. അത് പിന്നെ ഇടണുള്ളൂ, ഇപ്പം ഇടണില്ല. ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുടാൻ പോവാം. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന പലഹാരമാണ് ഉണ്ണിയപ്പം. എല്ലാം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കണം. ഞങ്ങളിവിടെ തിന്നാൻ പിള്ളേരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറവാണ്. ഞാൻ മാവ് ഇതിനകത്തേക്ക് കുറച്ച് ഒഴിക്കുകയാണ് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടോ, നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം വെന്ത് കോരിയിട്ടുണ്ട് ഞാൻ. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ചുട്ടെടുക്കട്ടെ. രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം വെന്തുകൊണ്ടിരിക്കണം. ആദ്യം വറുത്ത് കോരിയത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം കേട്ടോ, നല്ല ഭംഗിയോട് കൂടി. കണ്ടോ ഞാനുണ്ടാക്കിയ അടിപൊളി സോഫ്റ്റായ അടിപൊളി ഉണ്ണിയപ്പം. നിങ്ങളും ഇതുപോലെ ഇത് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് റെഡിയാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണത് നല്ലതാണ് കേട്ടോ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് കറിക്കൂട്ടുകളായാലും പലഹാരങ്ങളായാലും അച്ചാറുകളായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കണേ. എൻ്റെ വീഡിയോകൾ കാണാനായിട്ടുള്ള മനസ്സും കൂടി കാണിക്കണേ. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.